അല്ല, എപ്പോഴും ഒരേ ടൈപ്പിലുള്ള മുട്ട റോസ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ടിരുന്നാൽ മതിയോ? ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ട്രൈ ചെയ്യണ്ടേ? ഇത് ആന്ധ്രാക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഈ മുട്ട റോസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ മല്ലിയില ഇതെല്ലാം ഇട്ട് നന്നായിട്ടങ്ങ് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാദ്യം അരയ്ക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണ സവാള ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 2 വലിയ സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കണേ. അതിങ്ങനെ ഡൈസായിട്ട് കട്ട് ചെയ്തതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നന്നായി മൂത്ത് വരുമ്പോൾ കേട്ടോ, വയന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ, നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ആഡ് ചെയ്യുക. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ എണ്ണയൊക്കെ തെളിയുന്നവരേക്കും കേട്ടോ. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം എണ്ണ തെളിഞ്ഞു വരുന്നവരേക്കും കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. മൂടി വെച്ച് കുക്ക് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ടിരിക്കാൻ. എണ്ണ തെളിഞ്ഞു വന്നാൽ നമ്മുടെ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന എഗ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. എഗ്ഗ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മാത്രം കുക്ക് ചെയ്യുക കേട്ടോ, ആ മസാലയൊക്കെ എഗ്ഗിൽ പിടിക്കുന്നവരേക്കും. അതിനുശേഷം അതിലേക്ക് നമുക്ക് മല്ലിയില ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ മുട്ട റോസ്റ്റാണ് കേട്ടോ അത്. കുറച്ചും കൂടി ഫ്ലേവർഫുള്ളാണ്, കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്, നല്ല തിക്ക് ഗ്രേവി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിക്ക്, പൊറോട്ട, നൂൽപുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.